വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്സിലാണ്. ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു തുടങ്ങിയിട്ട് 13 ദിവസമായി. 80 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഓരോ ദിവസം നമ്മൾ പഠിക്കണേ അല്ലെ. അപ്പൊ അതിന്റെ ഗുണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. കുറേയധികം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളത് ഒരെണ്ണം അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സും കൂടെ പഠിക്കുമ്പോൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറൊരു കാര്യം അല്ലെ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം തന്നെ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. വേദാധികാര നിരൂപണത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്നാ ചോദിക്കണേ? ആരുടെയാണ് കൃതി? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അടുത്ത് നോക്കൂ, ഇന്ത്യയിൽ നിലവിൽ വന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് എന്ന് പറയുന്ന ആ സംവിധാനം നിലവിൽ വന്നത്? അതായത് ഇന്ത്യയിൽ വേറെ മുമ്പ് ഏതായിരുന്നു നീതി ആയോഗിന് മുമ്പ് ഉണ്ടായിരുന്നതെന്നാ ചോദിക്കണേ. ഏതാണ്? പ്ലാനിംഗ് കമ്മീഷൻ ആണ് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മകളാണ് നേതൃത്വം കൊടുത്തത്. താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. അടുത്തത്, അഹമ്മദാബാദ് മിൽ സമരത്തിന് കാരണമായ സംഭവം എന്താണ്? പ്ലേഗ് ബോണസ് ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത, തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം എന്നായിരുന്നു ചോദ്യം. പോളിംഗ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പാണ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത്. അതായത് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിക്കുക? അപ്പോൾ പോളിംഗ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പാണ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത്. എന്താണെന്നറിയില്ല. PSC ഇത് എന്താണ് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേക്കാണ്. ശരിക്കും നമ്മള് പോളിംഗ് അവസാനിക്കുന്നതിന് എന്താണ് 48 മണിക്കൂർ മുമ്പ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടതാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോ അടുത്ത ചോദ്യം എന്താണ്? തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അടുത്ത ചോദ്യം, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? വിദ്യാപോഷിണി എന്നാണ്. ഏതാണ്? വിദ്യാപോഷിണിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140 നിയമസഭാ മണ്ഡലങ്ങളാണ് എവിടെയുള്ളത് എന്ന് മനസ്സിലാക്കുക. കേരളത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുക. അടുത്തത്, സ്വാതന്ത്ര്യ സമര കാലത്ത് മലയാള പത്രമായ സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള ആയിരുന്നു. CP ഗോവിന്ദപിള്ള. മാറുമറയ്ക്കൽ സമരം അല്ലെ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രക്ഷോഭം ഏതാണ്? ചാന്നാർ ലഹളയാണ്. അടുത്ത ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? തലക്കൽ ചന്തുവാണ് സഹായിച്ചത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും കൊടുക്കേണ്ട പിഴ എത്രയാണ്? 250 രൂപയാണ്. പിഴകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിക്കാം. വകുപ്പ് സെക്ഷൻ 20 ആണ് എന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചോളോ. രാജ്യസഭയിലെ അംഗങ്ങളെ രാജ്യസഭയിലെ അംഗങ്ങളെ ആരാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ചോദ്യം. സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അടുത്ത ചോദ്യം എന്താണ്? സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? അദ്ദേഹം ലാലാ ലജ്പത് റോയ് ആണ്. ആരാണ്? ലാലാ ലജ്പത് റോയ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം ഏതാണ്? താഴെ പറയുന്നവയിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കുക? ആരെയാണ്? രാഷ്ട്രപതിയെയാണ്. അടുത്തത്, ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ലാഹോറിലാണ് ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കോളോ. എവിടെയാണ്? ലാഹോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത്
എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കാനാണ് താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത്. അടുത്ത ചോദ്യം എന്താണ്? 1991 ഇന്ത്യയിൽ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? അതായത് ഉദാരവൽക്കരണ നയം, വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി എന്നത് ശരിയാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്താണ്? സ്വകാര്യവൽക്കരണം, ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുന്നതാണ്. അതും ശരിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. 19-ാമത്തത്. അടുത്ത ചോദ്യം എന്താണ്? കൂട്ടത്തിൽ ചേരാത്തത് എന്ത് എന്നാണ് ചോദിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസില്, വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുള്ള സമിതി, ഇതൊക്കെ ഒരു കാറ്റഗറിയിൽ പെടും. ഈ അടുത്തതുണ്ടല്ലോ, അതായത് മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ഇതിൽ പെടുന്നതല്ല. അപ്പൊ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഡി ആണ് കേട്ടോ. ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നത് ഏത് ബാങ്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നബാർഡാണ്. ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് അഥവാ നബാർഡാണ് അതിന്റെ ഉത്തരമായിട്ട് നമ്മൾ പറയേണ്ടത്. ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ഗാട്ടിന്റെ പിൻഗാമിയായി നിലവിൽ വന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ് എന്നുള്ളതാണ്. എവിടേക്കാണ്? അമേരിക്കയിലേക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്തേക്ക്? അമേരിക്കയിലേക്ക്. ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ്. പ്രകൃതിയിലെ ബോൺസായി എന്ന വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കുന്നത്? പർവ്വത മിത ശീതോഷ്ണ ചോലവനങ്ങളെയാണ്. പർവ്വത മിത ശീതോഷ്ണ ചോലവനങ്ങളെയാണ്. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയ ഉദ്യാനം ഏതാണ്? കുറിഞ്ഞിമല സാങ്ച്വറി ആണ്. നിലവിൽ വന്നത് 2006-ലാണ്. നീലക്കുറിഞ്ഞിയുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ്. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നുള്ളതാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. ഇത് ഇടുക്കി ജില്ലയിലാണ്. അടുത്ത ചോദ്യം എന്താ ചോദിച്ചണേ? അതായത് ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? മേടമാസം 1-ാം തീയതിയാണ്. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത് എന്ന് ചോദിച്ചാൽ ലാറ്ററൈറ്റ് മണ്ണ് പറയും. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നത് മുംബൈയാണ്. കേരളത്തിൽ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാ എന്നാണ് ചോദിക്കുന്നത്. കേരളത്തിൽ അല്ലെ ഏതാണത്? കല്ലടയാറാണ്. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് കല്ലടയാറാണ്. മലനാടില്ലാത്ത കേരളത്തിലെ ജില്ല ആലപ്പുഴ ജില്ലയാണ്. പമ്പാ നദിയുടെ വൃഷ്ടി പ്രദേശം 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതൊക്കെ ഒരു 100 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചില്ലേ, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 എന്നുള്ളത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നത് ഏതുമായിട്ടാണ്? അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് കേട്ടോ. ഉഷ്ണകാലത്ത് വെസ്റ്റ് ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴയെ നമ്മൾ കാൽബൈശാഖി എന്ന് വിളിക്കുന്നു. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകമാണ്. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏതാണ്? ജസ്പ എന്ന് പറയുന്ന സിംഹമാണ് കേട്ടോ. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി? നമ്മള് എന്താ പറയാ, ഇതിനു മുമ്പ് നമ്മള് ഈ ക്ലാസ് ആണ് ഇട്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ മന്ത്രിമാരെയും കുറിച്ച് പറയണ്ടായി. അതില് VE ആരാണ്? പേരെന്താണ്? VE അബ്ദുൾ
വി ഇ അബ്ദുൾ ഗഫൂർ, അങ്ങനെയല്ലേ പറഞ്ഞേ? വി ഇ അബ്ദുൾ ഗഫൂർ ഓർക്കില്ലേ? അദ്ദേഹമാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായി അല്ലേ? അടുത്തത്, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഗോദാവരിയാണ്. തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയിൽ എത്ര ശതമാനമാണ്? PSC ഇതിൽ ഉത്തരം കൊടുത്തിരിക്കുന്നത് 12% ആണ് എന്നുള്ളതാണ്. ഇനി 42, ചണം ഉൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്ത് ഉള്ള രാജ്യം ഏതാണ്? ചണം ഉൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. അടുത്ത ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അല്ലെ, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫിയുടെ പേര് സ്വരാജ് ട്രോഫി എന്നാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്ന് കണ്ടെത്താനാണ് പറയണേ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 എന്നുള്ളത് ശരിയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണോ? അല്ല. ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു, അതും തെറ്റാണ്. എന്താണ്? MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി, അത് ശരിയാണ്. അപ്പൊ 1ഉം 4ഉമാണ് ഇതില് ശരിയായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്? അറിയില്ലേ മക്കളെ? M വിശ്വേശ്വരയ്യ. വിശ്വേശ്വരയ്യ, അദ്ദേഹത്തെയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത്? അതായത് അപ്പൊ ശരിയായിട്ടുള്ളത് ഏത് എന്ന് മനസ്സിലാക്കാം. 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി എന്നത് ശരിയായ ഉത്തരമാണ്. 7ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? 1985-90 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു എന്നതും ശരിയാണ്. അടുത്തെന്താണ്? 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശരിയാണ്. അപ്പോ ഇതിന് തെറ്റ് ഏതാണ്? 4th one ആണ് കേട്ടോ. ഇനി 46ാമത്തെ ചോദ്യം, ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഇസ്രായേലിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ്. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? പ്രഭുസഭ ഇംഗ്ലണ്ടിലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ എന്നിവർ ചേർന്നതാണ് ഏതാന്ന് പറയണത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇനി അടുത്തത്, ആരുടെ നോവലാണ് വല്ലി എന്ന് പറയുന്നത്? ഷീല ടോമിയുടെ നോവലാണ് വല്ലി. 68ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയി ആരാണ്? 68ാമത്തെ നെഹ്റു ട്രോഫി? അതിന്റെ ഉത്തരം തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്, ഒന്നുമില്ല. അപ്പൊ ഇതൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനമാണ്? കർണാടക സംസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ഓരോ ഓപ്ഷനിൽ ശരിയായത് ഏത് എന്നാണ് ഇവിടെ പറയണത്. ജിമ്മി ജോർജ് വോളിബോള്, അത് ശരിയാണ്. പ്രീജ ശ്രീധർ നീന്തല്, അത് തെറ്റാണ്. ബോബി അലോഷ്യസ് ഹൈജമ്പ്, അത് ശരിയാണ്. ചിത്ര കെ സോമൻ അത്ലറ്റ്, ശരിയാണ്. അപ്പൊ പ്രീജ ശ്രീധർ ഏത് കാറ്റഗറിയിലാണ് പെടണേ എന്നുള്ളത് ഒന്ന് നിങ്ങൾ തീർച്ചയായിട്ടും എന്താ പറയേണ്ടത്? കമന്റ് ചെയ്യണം കേട്ടോ. ഇതിൽ അത്യാവശ്യം കുറേ അധികം ആൾക്കാരെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കുറേ അധികം ആൾക്കാരെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ഒരു കാര്യത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്തോളോ, ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയോളൂ. അങ്ങനെയാണ് ടീച്ചർ ഇത്തരം കാര്യങ്ങളും കൂടി, ഇതൊക്കെ വളരെ അപൂർവമായിട്ട് വരുന്നതാണ്, ഹോട്ട് ടോപ്പിക്സിൽ വരുന്നതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വേണം ചെന്ന് കമന്റ് ചെയ്താൽ മതി എന്ന് കേട്ടോ. അടുത്തത് ഏതാണ്? അപ്പൊ നമ്മൾ ഏകദേശം ഹോട്ട് ടോപ്പിക്സ് കഴിയുമ്പോൾ നമുക്ക് അതും കൂടെ അപ്ലോഡ് ചെയ്യാം. കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാങ്ങയാണ് കേട്ടോ. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവി വർഗം ഏത് എന്നാണ് ചോദ്യം. ഏതാണ് ഒരു ആഹാര ശൃംഖലയിൽ ആദ്യത്തെ ഉപഭോക്താവ് ആവാൻ കഴിയാത്തത് എന്നുള്ളത്? നമ്മള് ഈ എന്താ പറയുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ നമ്മുടെ എന്താ പറയാ ആഹാരിത സസ്യങ്ങൾ ഏറ്റവും അവസാനം വരുന്നത് ഏത്, അങ്ങനെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോ ഇതില് നമ്മൾ എന്താ ഉത്തരം പറയണത്? ആദ്യത്തെ ഉപഭോക്താവ് ആകാൻ പറ്റില്ല ഒരിക്കലും ഒരു മാംസബുക്കിന് കേട്ടോ. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന്
ലഭിക്കുന്ന ജീവകം ജീവകം ഡി ആണ്. അത് സൂര്യപ്രകാശത്തിലൂടെ കിട്ടണമെന്ന് അറിയാലോ. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ലിന്റെ പേര് എന്താണ് ചർവണകം എന്നാണ് കേട്ടോ. അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താറിനെ സംരക്ഷിക്കപ്പെടുന്ന നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളം. അതായത് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നീലഗിരി താറ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ് അല്ലെ. ഇനി അടുത്ത താഴെ കൊടുത്തിരിക്കുന്ന ജീവികളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്തത് ഏതാ എന്നുള്ളതാണ്. ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ ടോക്കോഫെറോൾ പെടില്ല കേട്ടോ. അടുത്തത് മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏതു ഗുണം പരിശോധിക്കാനാണെന്ന് ചോദിച്ചാൽ മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ചേർക്കണേന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം അറുപതാമത്തെ ചോദ്യം, ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിന്റെ എല്ലാ നിറം പ്രതിഫലിപ്പിച്ചാൽ അത് ആഗിരണം ചെയ്താൽ കറുപ്പും പ്രതിഫലിപ്പിച്ചാൽ അത് എന്തുമാവും? വെളുപ്പുമായി മാറുന്നു മനസ്സിലാക്കാം. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് നമ്മൾ വിളിക്കുന്നു. അടുത്തത് വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത് എന്ന് ചോദിച്ചാൽ pH 5 ഉള്ളതിനാണ്. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്ന് മനസ്സിലാക്കാം. അതായത് ഇതില് വസ്തുവിന്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന് എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും എന്നുള്ളതും ശരിയാണ്. അപ്പൊ ഇത് രണ്ടാണ് ശരി, മൂന്നാമത്തത് തെറ്റാണ്. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. അത് ശരിയാണല്ലോ, 1 ശരിയാണ് കേട്ടോ. അടുത്തത് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനത്തെ ഭ്രമണം എന്ന് വിളിക്കുന്നു. അതും ശരിയാണ്. വൃത്താകാര പാതയിലൂടെയുള്ള ചലനത്തെ വർത്തുള ചലനം എന്നല്ലേ വിളിക്കുക. അപ്പൊ അത് തെറ്റാണ് അല്ലെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് വാലി ഫംഗ് എന്നാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഗാനിമീഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമീഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. അടുത്തത് ഡെങ്കിപ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മള് രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒക്കെ പഠിച്ചു വെച്ചിട്ടുള്ളതാണ് അല്ലെ. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകാണ്? പെൺ കൊതുകാണ്. ഏഡീസ് പെൺ കൊതുകാണ്. ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ് പറയണേ. ഏതാണ് ഇതിൽ ഒറ്റപ്പെട്ടത്? AB രക്തഗ്രൂപ്പ്, സാർവത്രിക ദാതാവ് എന്ന് പറയുന്നതാണ് ഒറ്റപ്പെട്ടത് കേട്ടോ. അടുത്തത് മുറിവിൽ നിന്നും അധികം രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ് നമുക്ക് എന്തുണ്ടാവണേന്നാ പറയണേ? എന്താ പറയാ, കൂടുതൽ രക്തസ്രാവം ഉണ്ടാവുക വൈറ്റമിൻ കെയുടെ കുറവ് മൂലല്ലേ ഉണ്ടാവണേ? വൈറ്റമിൻ കെ ആണ് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? നാക്കോ അല്ലെ. ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് നാക്കോ? എയ്ഡ്സുമായി ബന്ധപ്പെട്ട സംഘടനയാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലജന്യ രോഗം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് കോളറയെയാണ്. കണ്ണിന്റെ ഏത് ഭാഗമാണ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുക? കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെയാണ് നമ്മൾ പറയുക കേട്ടോ. അടുത്തത് എന്താണ്? ഉത്തേജക മരുന്ന് അല്ലെ. മരുന്നിന്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ത് മാറ്റങ്ങളാണ്? ഉത്തേജക മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്നാ ചോദിക്കണേ അല്ലെ. മുഖക്കുരു, മാനസിക ചാഞ്ചാട്ടം, വർദ്ധിച്ച ആക്രമണാത്മകത, ഇതൊക്കെ ഉണ്ടാവും ഉത്തേജക മരുന്നുകൾ ഉപയോഗിച്ചാട്ടോ. അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? അനിയന്ത്രിതമായിട്ടുള്ള കോശ വളർച്ച അർബുദത്തിന്റെ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കാട്ടോ. വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഏത് ധാതുവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നു? ഇരുമ്പിന്റെ കുറവ് മൂലം. കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു എന്നാണ്? 2008 മുതൽ നിലവിൽ വന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏതാണ്? എവിടത്തെ ആയാലും കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് എന്താണ്? വൈറ്റമിൻ എയുടെ കുറവ് തന്നെയാണ് കേട്ടോ. കേരള ഗവൺമെന്റിന്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ 3ാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്.
അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശു മരണനിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത്? നമ്മുടെ സംസ്ഥാനമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാരത്തിന്റെ അനുപാതം, അതായത് എന്താണ് പറയണത്, നമ്മുടെ BMI അല്ലെ, എന്താണ് എത്രയാണത്? 18.5 ടു 24.9 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഒരു വ്യക്തിയുടെ എന്താണ് പറയുന്നത് BMI. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 ക്വസ്റ്റ്യൻ പഠിച്ചു അല്ലെ. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കും തോറും നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടി വരുന്നുണ്ട് എന്നാണ് ടീച്ചറുടെ ഒരു ധാരണ. അങ്ങനെ ഉറപ്പിക്കുക ടീച്ചർ അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക്സും കൂടെ പഠിക്കും, നന്നായി പഠിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്തതുണ്ട്, ഇനി കുറച്ചും കൂടെ ടീച്ചർ അപ്ലോഡ് ചെയ്യാം. മാത്സ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ എല്ലാവരും. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.